ഈ വരുന്ന 24-നാ ഡേറ്റ്. വർമ്മ, മാർട്ടിൻ, വാറണ്ട് എത്തിയിട്ടുണ്ട്. ആഗ്രഹങ്ങൾ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അറിയിക്കാം. എടി ഭാനു, നീ വരുന്നില്ലേ? സമയം ഒരുപാടായി. ഞാൻ വന്നേക്കാം, നിങ്ങൾ പൊയ്ക്കോ. ഇന്നലെ എഞ്ചിനീയർ സാർ ഏതാണ്ട് ചോദിച്ചപ്പോ നീ എന്താടി ഉടക്ക് വർത്താനം പറഞ്ഞത്? നിന്റെ ഈ സ്വഭാവം ഇവിടെ എടുക്കണ്ട. മര്യാദക്കാണെങ്കിൽ കേറിക്കോ. ഒന്ന് കേറ് പെണ്ണുങ്ങളെ. വേഗം കേറണടി പെണ്ണുങ്ങളെ. ദേഷ്യം പിടിക്കാൻ കേറ്. നില്ല നീ എങ്ങോട്ട് ഓടിക്കറി പോണ്? മുതലാളിമാരുടെ കയ്യും കാലും പിടിച്ചിട്ടാ ഞാൻ നിനക്കൊക്കെ ജോലി വാങ്ങിച്ചു തരുന്നത്. നിനക്ക് ഇന്ന് പണിയില്ല. വേലപ്പൻ ചേട്ടാ, എന്റെ അച്ഛന് മരുന്ന് വാങ്ങിക്കേണ്ടതാ. മരുന്നും മണ്ണാങ്കട്ടയും. 70 വയസ്സായ മൂപ്പിലാന് ടോണിക്ക് കൊടുത്തവളെ നന്നാക്കാൻ പോകുന്നു. ചത്ത് ഓട്ടണി നിന്റെ അച്ഛൻ. പീടിച്ച് മാറ്റണം. നോക്കി നിൽക്കാതെ ബാക്കിയുള്ളവരെ കയറ്റി തരണം. അത് ഏതായാലും നന്നായി. 2-3 ദിവസത്തോടെ പട്ടിണി കിടക്കട്ടെ, ഒക്കെ നേരെയാവും. വേലപ്പോ, എന്തോ ആ പോണ കമ്പി വളയോടോ? ഇല്ല സാർ, ഏറ്റവും ആണ്. എടോ, താൻ ആ എക്സ്റ്റൻഷനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തോ? ഇല്ല. എന്നാ വേഗം ചെല്ലി കൊടുക്ക്. ശരി. 8 mm അല്ല, 16 mm ആയാലും വളയണം, ഇല്ലെങ്കിൽ വളയ്ക്കണം. എടോ വേലപ്പോ, എന്തോ കടം വാങ്ങി കോൺട്രാക്ട് നടത്തുന്നത് ലാഭം നോക്കി മാത്രമല്ല, അല്പസ്വല്പം നേരം പോക്കിനോട് വേണ്ടിയാ. നിനക്ക് അവൻ ജോലി തന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ പട്ടിണി കിടന്ന് ചാകാനൊന്നും പോകുന്നില്ല. ദൈവം ഒരു വഴി കാണിക്കും. എന്നാലും അച്ഛന് മരുന്ന് വാങ്ങാൻ അത് പറ്റാത്ത സാരമില്ല. അയാളുടെ കാല് പിടിച്ചാണെങ്കിലും ഞാൻ ജോലിക്ക് പോകും. വേലപ്പൻ ചേട്ടാ, ഇന്നെങ്കിലും എന്നെ പണിക്ക് കൊണ്ടുപോകണം. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേടി നിന്നെ പണിക്ക് കൊണ്ടുപോകാൻ പറ്റിയാലെന്ന്. പോടി അവിടുന്ന്. ഈ പാവങ്ങൾ അന്തിയോളോ സിമെന്റും കമ്പിയും ചുമന്നാ കിട്ടുന്നത് ചില്ലിക്കാശ്. അതിൽ നിന്ന് നിനക്കൊക്കെ നക്കാപ്പിച്ച കമ്മീഷൻ. പിന്നെ നിന്റെ മുതലാളിമാർക്ക് മറ്റോ പണിക്ക് കൂട്ടുന്നില്ലെങ്കിൽ ജോലിയില്ല അല്ല. മാർട്ടിൻ, നീ ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. ആരെയൊക്കെ പണിക്ക് കൊണ്ടുപോകണമെന്നും കൊണ്ടുപോകണ്ടെന്നും ഞാൻ തീരുമാനിച്ചോളാം. തീരുമാനിക്കാൻ നീ ആരാടാ? തൊഴിൽ മന്ത്രിയോ? നീ കയറി വണ്ടിയിൽ. പിന്നൊരു കാര്യം, എന്നോടുള്ള ദേഷ്യം തീർക്കാൻ അവളോട് എന്തെങ്കിലും തോന്നിവാസം കാണിച്ചെന്നറിഞ്ഞാൽ മാർട്ടിനെ ശരിക്കറിയാമല്ലോ. പോ. ഇനി അവൻ ഉടക്കാമെന്ന കൊടുക്കും ഞാൻ. വേലപ്പന്റെ കയ്യൂക്ക് അവൻ അറിഞ്ഞൂടാ. വർത്താനത്തിൽ മാത്രം പോരാസാൻ ഈ വീര്യം, മുട്ടുമന്തനെ തട്ടണം. അത് തന്നെയാടാ എന്റെ ശീലം. പക്ഷേ ഇത് തോമച്ചൻ സാറിന്റെ കൂടപ്പിറപ്പായി പോയില്ലേ, അതുകൊണ്ടാ ഞാൻ ശ്രമിച്ചത്. ഒരുപാടൊന്നും ഞാൻ ശ്രമിക്കത്തില്ല. കമ്പി വളയ്ക്കുന്ന കൈയുടെ കരുത്ത് അവനെ ഞാൻ അറിയിക്കും. ഇപ്പൊ കരുത്തറിഞ്ഞല്ലോ. എന്താടി നേരം ഇത്രയായിട്ട് ഉറങ്ങാത്തത്? വരുമെന്ന് എനിക്കറിയാമായിരുന്നു. മുണ്ടയ്ക്കൽ തറവാട്ടിലെ മാർട്ടിൻ ആർക്ക് എന്ത് ഉപകാരം ചെയ്താലും അതിന് പ്രതിഫലം പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അതിന് ഞാൻ ഒരുങ്ങി തന്നെ നിൽക്കുന്നത്. ഞാനത്ര നല്ലവനൊന്നുമല്ല, പക്ഷെ ആരോട് എങ്ങനെ പെരുമാറണമെന്നുള്ളത് എനിക്കറിയാം. നീഞ്ഞൊന്നേ. ആ വേലപ്പനിട്ട് 2 എണ്ണം കൊടുത്തു. ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല. അത് പറയാനാ ഞാൻ വന്നത്. സമയം ഒരുപാടായി. നീ വാലടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്.
എവിടെ ആയിരുന്നടാ ഇത്രയും നേരം? ആ, നീ ഇപ്പൊ തന്നെ ലേശം കീറിയിട്ടുണ്ടല്ലോ. സ്വല്പം ഒരു കുപ്പി. ബെസ്റ്റ് സാധനം. എന്നെക്കാൾ കപ്പാസിറ്റി ആണല്ലോ നിനക്കിപ്പോ. അപ്പച്ചന്റെ സൽപ്പേര് ചീത്തയാക്കണ്ടല്ലോ എന്ന് കരുതിയാ. അയ്യോ അപ്പച്ച, ഇങ്ങനെ കഴിച്ച കരള് വാടിപ്പോവും. കരളുണ്ടായിട്ട് വേണ്ടിട്ടാ വാടാൻ. നമുക്കെല്ലാം കഴിച്ചിരുന്ന് ഉറങ്ങാം. ഇതാ തോമാച്ചൻ കാണണ്ട. അവരൊക്കെ നല്ല ഉറക്കമായി കാണും. അയ്യോ, ആരാ ലൈറ്റ് ഇട്ടത്? പാതിരാ നേരത്ത് അപ്പന് പട്ടയുമായി വരുന്ന കൊച്ചുമോൻ, അത് വാങ്ങി മൂന്നുന്ന അപ്പൻ. കൊള്ളാം. കൊച്ചുമോൻ എനിക്ക് കള്ള് വാങ്ങിക്കൊണ്ട് വരും, ഞാൻ കുടിക്കുകയും ചെയ്യും. ആർക്കാ ഛേദം? പണിക്കൊന്നും പോകാത്തവന് കള്ളു വാങ്ങിക്കാനുള്ള കാശ് എവിടുന്ന കിട്ടുന്നതെന്ന് അപ്പൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആയ കാലത്ത് കള്ളു കുടിച്ചും ചീട്ട് കളിച്ചും അപ്പച്ചൻ അന്യാധീനപ്പെടുത്തിയ വീടെ തിരിച്ചെടുത്തത് ഞാനും ഗൾഫിലുള്ള കറിയാച്ചനും കൂടിയാ. അത് മറക്കണ്ട. എന്നിട്ട് ഇപ്പൊ എല്ലാം അനുഭവിക്കാൻ വന്നിരിക്കുന്ന ഒരു കൊച്ചുമോൻ. ഇതൊക്കെ പറയാൻ ഇവിടെ എന്തുണ്ടായടാ തോമാച്ച? ഉണ്ടായതേ വിശദമായിട്ട് ഞാൻ പറയാം. നീ പറയണ്ട. ഇത്താടാ കൊച്ചുമോനെ കാര്യം? നാറ്റക്കേസാ. എന്നാ പറയണ്ട, ചോറുണ്ണാനുള്ളതാവാ. മാറ് കഴുതേ. വീട്ടിൽ ചെന്നു, കണ്ടു, മാർക്കോസിനെ കണ്ടില്ല. മകൻ മാർട്ടിനെ കിണറ്റിങ്കലിൽ ചെന്നു, കണ്ടില്ല. മനസ്സിലായി കടവിലുണ്ടാവുമെന്ന്. ഓടി വരും വഴിയിൽ കയറി ചാരായ ഷാപ്പിൽ അടിച്ചു. 2.5 കുപ്പി തപ്പി കിട്ടി മാർട്ടിനെ, മാർക്കോസിന്റെ മകൻ മാർട്ടിനെ. എന്താ കാര്യം? കാര്യം പിന്നെ പറയാം. മുടക്കണം, കലക്കണം, ഗോളടിക്കണം. എനിക്ക് കലക്കാനും വയ്യ, മുടക്കാനും വയ്യ. നീ നിന്റെ പണി നോക്ക്. കളിക്കാതെ. കളിയല്ല, കല്യാണമല്ല, ഉത്സവമാ മുടക്കേണ്ടത്. നിനക്കൊരു ഉത്സവം തോന്നില്ലേ? നല്ല ടിപ്പ് കിട്ടും. ടിപ്പ് കിട്ടും, കാരണക്കുറ്റിക്ക് ടപ്പോന്ന് കിട്ടും. അക്കരെ പോയി ആരാന്റെ കയ്യിൽ നിന്ന് 2 ടപ്പ് കിട്ടിയാൽ ഇപ്പൊ ഇക്കരെ ആരറിയാൻ? അക്കരെയോ? ആർക്ക് വേണ്ടിയാ ഉത്സവം മുടക്കുന്നത്? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. കുഴി എണ്ണിയില്ലെങ്കിലേ അഴി എണ്ണേണ്ടി വരും. കുറച്ചു കാലം നമുക്ക് അഴി എണ്ണാം. അത്രയും കാലം നാട്ടുകാർക്ക് സ്വസ്ഥത ഉണ്ടാവുമല്ലോ. ഉത്സവമല്ല, ഉലകം വേണോലും കലക്കാം. ജോർജ് ഊട്ടി ഉണ്ടോ? ജോർജ് ഊട്ടിയോ, തോമസ് ഊട്ടിയോ, വാപ്പൂട്ടിയോ, അഹമ്മദ് ഊട്ടിയോ, അധികമനം കൂട്ടിയോ, ആരെ വേണേലും കൂട്ടിക്കോ. പക്ഷെ ഉത്സവം കലക്കണം. അപ്പൊ റേറ്റ്? അത് ഞാൻ ഏറ്റ്. അതേ നേരത്തെ മേടിച്ച്. അപ്പൊ ഉത്സവം കലങ്ങി. ആഹാ, സീന്ദർ ഫ്ലാസ്റ്റിൻ, സഫീന്ദർ ഗുൾഫി, ഉട്ടാലഗഡി, ബൗട്ട് മേ ദിൽ ബഹാർ. അങ്ങനെ ഒരു ഉത്സവം കൂടി കലക്കി. രണ്ടായിട്ട് മുറിച്ചു തുടങ്ങിയല്ലോ അല്ലേ? തുടങ്ങി. കൊല്ലിട്ട് ആ, നിങ്ങൾ എവിടെയായിരുന്നു? രാവിലെ മുതൽ തിരക്കുന്നതാ. പട്ടേൽ കമ്പനിക്ക് അയച്ചു കൊടുക്കേണ്ട 10 ടൺ പേപ്പറിന്റെ കാര്യം മറന്നുപോയി. അതിനേക്കാൾ വലിയ കാര്യം കൈകാര്യം ചെയ്തിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതെന്ത് കാര്യമാടോ? അതിപ്പോ വെട്ടൊന്നു തുണ്ടുന്നുണ്ട്. അതല്ലേ വലിയേട്ടന്റെ സ്വഭാവം. അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം പോയത്. അപ്പോ കൈകാര്യം ചെയ്ത വിഷയം അല്പം കടുത്തതായിരിക്കുമല്ലോ. ദേശമംഗലത്തുകാരുടെ ഉത്സവം കളിക്കാനേ വെറുതെ വിടാൻ പറ്റുമോ? ഏയ് പറ്റില്ല. ആ പള്ളിയിൽ ചെന്ന് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് കലക്കിയവനെ കിട്ടിയോ? ഇല്ല. കിട്ടിയാൽ കൊല്ലും. ആഹാ, ചൊടിയും ചുണയും മാത്രം പോരാ, തലയിൽ അല്പം ബുദ്ധിയും കൂടെ വേണം. മനസ്സിലായോ കുട്ടികളെ? മനസ്സിലാവില്ല. നങ്ങ്യാത്തുമഠത്തിലെ മൂത്ത നമ്പൂതിരി ഭദ്രൻ കലക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഉത്സവം കലക്കി. കൂലിക്ക് കലക്കാൻ വന്നവനെ തല്ലണോ, കൊല്ലണോ? വേണോ? മണ്ടന്മാരെ, എനിക്കല്ലാതെ ആർക്കാ
നങ്ങ്യാത്തുമടക്കാരുടെ ഉത്സവം കലക്കാൻ ധൈര്യം ഉണ്ടാവുക? ഉം? മുടക്കില്ലാതെ 3 കൊല്ലം ഉത്സവം കൊണ്ടാടിയാൽ ലക്ഷ്മിക്കുട്ടിക്ക് വേളി. അമ്മ കവിടി നിരത്തിച്ചറിഞ്ഞതു മറന്നോ? വേളി കഴിഞ്ഞാൽ ഭർത്താവിന്റെ കൂടെ ലക്ഷ്മിക്കുട്ടി അങ്ങ് പോകും. ഒപ്പം ഈ കാണുന്ന സ്വത്തുക്കളും. ഇന്നീ കാണുന്ന സ്വത്തുക്കളെല്ലാം അവക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള കാര്യം മറന്നോ? നിങ്ങൾ മറന്നാലും ഭദ്രം മറക്കില്ല. അപ്പോൾ എന്തു വേണം? വേളി നടക്കാതിരിക്കണം. ഉം? അതിനെന്ത് ചെയ്യണം? ഉത്സവം മുടക്കണം. മുടക്കിയിടോ, ഭംഗിയായി മുടക്കി. ഒരിക്കലും അവളുടെ വേളി നടക്കാൻ പാടില്ല. ഒപ്പിട്ട് കിട്ടിയോടോ? പൊക്കോ. കണ്ടില്ലേ, ബാങ്കിലെ പണമെടുക്കാൻ അവളുടെ ഒപ്പ് വേണം. നിധി സൂക്ഷിക്കുന്ന കാവൽക്കാരാ നമ്മളിപ്പോ. അത് മാറണം, മാറ്റണം.